ചില ആൾക്കാർ നമുക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതാണ്, എൻ്റെ പല്ലിലൊരു പോടോ ഒന്നുമില്ല, പക്ഷെ ഭയങ്കര പുളിപ്പാണ്, തണുത്ത വെള്ളം കുടിക്കാൻ വയ്യ, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പുളിക്കുന്നുണ്ടെന്നുള്ളൊരു കംപ്ലൈൻറ്റ്. ഇത് ഒരു പല ടൈപ്പിലുണ്ടാകുന്ന പല്ലിനുണ്ടാകുന്ന തേയ്മാനങ്ങളാണ് ഇതിന് കാരണം. അപ്പോൾ ഈ തേയ്മാനങ്ങൾ പല കാരണങ്ങളുണ്ട്. ഞാൻ അതിൽ ഇന്ന് പറയുന്ന ഒരു തേയ്മാനം എറോഷൻ എന്ന തേയ്മാനത്തിനെ കുറിച്ചാണ്. ഈ എറോഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വയറ്റിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കൊക്കക്കോള പോലുള്ള ഒരു പാനീയങ്ങൾ ഒരുപാട് കുടിക്കുന്ന ആൾക്കാരിൽ, പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്ന ചില അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഇങ്ങനെ നമുക്ക് വായുടെ സെർവൈക്കൽ പോർഷൻ, അതായത് പല്ലിൻ്റെ മോണയുമായി ചേരുന്ന ഭാഗത്ത് പല്ല് തേഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, പെട്ടെന്ന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കോമ്പോസിറ്റ് ഫില്ലിംഗ് ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് അല്ലാതെ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇമാക്സ് വെനീസ് ചെയ്യാം. സിവിയർ കേസാണ്, ഇപ്പോൾ നല്ല പെയിൻ ഉണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എക്സ്റേ നോക്കിയതിന് ശേഷം റൂട്ട് കനാൽ ചെയ്ത് നമുക്ക് ക്യാപ്പ് ചെയ്യാം. ഈ പ്രൊസീജിയേഴ്സൊക്കെയാണ് നമ്മൾ ഡെൻ്റലിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിന് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോബ്ലം ഇപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഛർദിലിൻ്റെ കാരണം കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പിന്നെ ഈ കൊക്കക്കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിവതും ഒഴിവാക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. പല്ല് നമുക്ക് ചവയ്ക്കാനുള്ളതാണ്, എടുത്ത് കളയാനുള്ളതല്ല. രണ്ട് പല്ലൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ചാവോട്.